ഉമ്മാക്കും കെട്ടിയവനും രാവിലെ ദോശയും ഗ്രീൻ പീസ് കറിയുമായിരുന്നു. ഇടയ്ക്ക് തടി കൂടുന്നു എന്ന് തോന്നുന്ന ദിവസങ്ങളിൽ ഞാൻ രാവിലെ ലഘുഭക്ഷണം കഴിക്കും. ഇന്നിപ്പോ കോണും മുട്ടയങ്ങ് പുഴുങ്ങി. അവരൊക്കെ കാപ്പി കുടിച്ചോണ്ട് ഉള്ളിലെ വലിയ കഷ്ണം കോണും വലിയ മുട്ടയും ഞാൻ എടുത്തു. അല്ല പിന്നെ രാവിലെ ഇളം ചൂടുള്ള വെള്ളം നിർബന്ധമായും ഒരു ഗ്ലാസ് ഞാൻ കുടിക്കാറുണ്ട്. ശേഷം ഒരു പ്രോട്ടീൻ ഉണ്ടയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രോട്ടീൻ ബാറോ കഴിക്കും. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒട്ടുമിക്ക സീഡ്സും നട്ട്സും ഒക്കെ ചേർത്താണ് ഞാൻ ലഡു ഉണ്ടാക്കുന്നത്. വൈറ്റമിൻ എ മുതൽ ഇസഡ് വരെയും കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനിയിപ്പം ഒന്നും കുറയണ്ടെന്നൊക്കെ. ഒരു മുട്ട, ഒരു ആപ്പിൾ, ഒരു കഷ്ണം കോൺ, ഒരു പ്രോട്ടീൻ ലഡു, ബസ് മതി. ഒരു ഹാപ്പി ഗഡ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. ജിമ്മിൽ പോവാതെ കഴിക്കുന്ന ഫുഡിൽ ഒരു അല്പം കാൽക്കുലേഷൻ വരുത്തി 5 കിലോ വരെ ഞാൻ കുറച്ച് ഒരു മാസത്തിനുള്ളിലാണ്. എന്തല്ലേ. വൈകിട്ട് സഫിയാമച്ചിയും അമ്മവും വരുന്നോണ്ട് ഉണ്ടാക്കാൻ ദൊപ്പത്തിനുള്ള അരിയാട്ടി വെച്ചു. സംഭവം ദോശയുമല്ല അപ്പവുമില്ല. സോ എനിക്കത് ദൊപ്പം. ഉച്ചയ്ക്ക് പൊരിക്കാനായിട്ട് ചെങ്കലോ മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇന്നലത്തെ വങ്കട മീൻകറി കുറച്ചുണ്ട്. വങ്കട തിന്നാൽ സങ്കടം മാറുമെന്നല്ലേ. പക്ഷെ ഇന്നലെ അത്ര സന്തോഷം എനിക്ക് തോന്നിയില്ല. ചോറ് കറിക്ക് ഇഞ്ചി അന്വേഷിച്ചപ്പോൾ കിട്ടിയില്ല. ലോക്ക്ഡൌൺ വന്നാലും 2 മാസം പിടിച്ചു നിൽക്കാനുള്ള സാധന ജംഗമ വസ്തുക്കൾ 4 വശത്തും ഞാൻ നട്ടിട്ടുണ്ടേ. സോ ഇഞ്ചി കിട്ടി. ഇന്നത്തെ മോര് കൂട്ടാൻ തക്കാളി മോരാണ്. തമിഴ്നാട്ടിൽ പോയപ്പോൾ കുറേ തക്കാളി വാങ്ങി. സംഗതി തീരും വരെ എല്ലാ കറികൾക്കും ഒരു തക്കാളി എക്സ്ട്രാ വീതം ഞാനങ്ങ് തീർക്കും. അല്ല പിന്നെ. കുറച്ചുനാൾ മുൻപ് ഉണ്ടാക്കി വെച്ച തൈര് ഇരിപ്പുണ്ട്. ഇനിയും ഇരുന്ന് കഴിഞ്ഞാൽ അതങ്ങ് കേടായിപ്പോവും. തേങ്ങ ചേർക്കാത്ത മോരുകറി ഉണ്ടാക്കാന്ന് കരുതി. നല്ല ഇഞ്ചിയും അതുപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ചെറിയുള്ളിയും തക്കാളിയൊക്കെ ചേർത്ത അട്ടിപ്പൊളി മോരുകറി. നല്ല പുളിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. മീനൂടെ വറുത്ത് കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞു. നാളെ നബിദിനവും മറ്റന്നാൾ ഓണവും ആയതുകൊണ്ട് ജോലിയൊക്കെ പെട്ടെന്ന് ഞാനങ്ങ് തീർക്കുകയാണ്. അകവും പുറമൊക്കെ വൃത്തിയാക്കണം. ഇന്നിപ്പോൾ പൊന്നിയേരി ചോറാണേ. നമുക്ക് മോരിനും പരിപ്പിനും പൊന്നിയേരി ബെസ്റ്റാണ്. പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുകയും ചെയ്യും. ഓണമായാൽ പിന്നെ തൈര് ഒഴിയൂലല്ലോ. ഉറ ഒഴിച്ച് ഇളക്കി മാറ്റിവെച്ചു. 1:30 ആയപ്പോഴേ ഇന്ന് വിശപ്പ് വന്നു. എന്താന്തോ എല്ലാ ദിവസവും 2 മണിക്കാണ് കഴിക്കാറ്. പൊന്നിയേരി ചോറും മീൻ വറുത്തതും മോരുകറിയും തലേ ദിവസത്തെ വങ്കടം മീൻ കറിയും എന്തുണ്ടെങ്കിലും ശകല അച്ചാറ് മലയാളികൾക്ക് നിർബന്ധമാണല്ലോ. അതെനിക്ക് മസ്റ്റാണ്. ഞാൻ വളരെ ഉപ്പൊക്കെ കുറച്ച് എണ്ണയൊക്കെ കുറച്ചാണ് അച്ചാറിട്ട് വെക്കാറ്. എല്ലാം കൂടി ഒരു പിടി അങ്ങ് പിടിച്ചു. വൈകിട്ട് 6 മണിക്ക് മുൻപ് എന്തെങ്കിലും ലഘുവായിട്ട് കഴിച്ച്, ചിലപ്പോൾ ഫ്രൂട്ട്സ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നട്ട്സ് ആയിരിക്കാം കഴിച്ച് ഡിന്നർ അങ്ങ് ക്ലോസ് ചെയ്യും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 5 കിലോ കുറയാനും കാരണം. ഹെൽത്തി ഫുഡും കഴിച്ച് എക്സസൈസും ചെയ്ത് ഡിന്നർ നേരത്തെ കഴിച്ചാൽ വണ്ണം ആർക്ക് വേണം എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് കുറയ്ക്കാം. അപ്പം നല്ലൊരു വ്ളോഗായിട്ട് കാണാം. അതുവരേക്കും ബായ്.